ഒരുപാട് പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിലൂടെ എനിക്ക് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന റാങ്ക് കംപ്ലീറ്റ് ചെയ്യണം, അതിലുപരി എന്റെ ഗ്രേറ്റ് ലീഡേഴ്സിൽ നിന്നും അംഗീകാരം വാങ്ങിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന റാങ്ക് കംപ്ലീറ്റ് ചെയ്തിവിടെ എത്തിയിട്ടില്ല സുജിത മാഡം ഫ്രം പഴയന്നൂർ. പ്ലീസ് വെൽക്കം ഓൺ ദ സ്റ്റേജ്. स्टेट टीम कोऑर्डिनेटर जस्ट लक्ष्मी पड़े आठ वोट बिजनेस आठ बिजनेस 50 लक्ष बिजनेस वाली मैक्सिमम अதாவது சேல்ஸ் பார்க்கும்போது இன்னைக்கு ஒரு 64 லட்சம் ரூபாய் சேல்ஸ் டர்ன் முடிச்சுனா இன்னைக்கு ஒரு சிங்க பெண்மணி அங்க இசூர் செரமனி அணிக்காக வந்திருக்காங்க. அவங்களுக்கு நல்ல பலத்த பாராட்டு வாழ்த்துக்கள் தெரிவிக்கலாம். நல்ல ஒரு எனர்ஜியான ஒரு பாராட்டு தெரிவிக்கலாமா? പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് എന്തായാലും മാഡത്തിന്റെ ഫാമിലി എല്ലാവരെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം all family members. Please welcome on stage, sir. உங்களோட சப்போர்ட் இல்லை அப்படின்னா ஃபேமிலியோட சப்போர்ட்டா கண்டிப்பா ஒரு டிஸ்ட்ரிக்ட் ஒரு லெவலுக்கு போற ஒரு எக்யூப்மெண்டா இருக்கும். அதனால ஃபேமிலி நீங்க இவ்வளவு தூரம் சப்போர்ட் பண்ணி கொடுத்து நீங்க ஸ்டேட்டிங் அச்சீவ் பண்ணிட்டாங்க. அவங்க வந்து நீங்களும் பார்க்கணும். ப்ளீஸ் வெல்கம் சார். എന്തായാലും ജീവിതത്തിൽ പല വെല്ലുവിളികളും തൊഴിൽപരമായും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കിട്ടിയ ഈ അവസരമാക്കി ഏറ്റെടുത്തുകൊണ്ട് അതിനെ ഒരു ജീവിതമാക്കി മാറ്റിക്കൊണ്ട് തന്നെ ഇന്ന് നമ്മളുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന റാങ്ക് കംപ്ലീറ്റ് ചെയ്തെത്തിയിരിക്കുകയാണ്. கண்டிப்பா நம்மளோட ஒரு இந்த மாதிரி சூசைட் கண்டிப்பா நடக்கும். முடிவு எடுத்தா மட்டும்தான் நடக்கும். அந்த முடிவு மாத்தாம என்ன பண்ணணும், அது பின்னாடி ஒர்க் பண்றீங்கன்னா உங்களுக்கும் இது ஒரு ஸ்டேஜ் காத்துட்டு சொல்றோம். എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പരിചയപ്പെടുത്തി സുജിത, സ്ഥലം പഴയന്നൂരാണ്.
വളരെ സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണെന്ന്. അതായത് എനിക്ക് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടിയുണ്ട്. ദൈവത്തിനോട് ആദ്യമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ആദ്യമായിട്ട് എനിക്ക് ഈ മഹത്തായ ബിസിനസ് അവസരം തന്ന ഇന്ന് STC രംഗം ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഷഹർബ മേഡത്തിന് ഈ ഒരു അവസരത്തിൽ എന്റെയും കുടുംബത്തിന്റെയും ഞാൻ ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുക്കുന്നതിന് മുൻപ് തൊഴിലുറപ്പിലൊരു ADS ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അതായത് ഹസ്ബൻഡിന് വലിയ ഉത്തരവാദിത്തമുള്ള ഒരാളായിരുന്നു. അത് കാരണം കൊണ്ട് ഹസ്ബൻഡിനെ സഹായിക്കണം, അതുപോലെ തന്നെ മക്കളുടെ കാര്യങ്ങൾ പഠിക്കുക എന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഓരോ അവസരങ്ങൾ ഏറ്റെടുത്തു. ഒരു ജോലി ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം 1 2 ജോലികൾ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഒരു ADS ആയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്താണ് എനിക്ക് ഷഹർബ മേഡം ഈ ഒരു അവസരം തന്നത്. മേഡം ഈ ഒരു അവസരം തന്നു. ഞാൻ ആ ഒരു അവസരം ഒരു GTS പങ്കെടുത്ത സമയത്ത് എനിക്ക് തോന്നി ഇത് എനിക്കൊന്നും യോജിച്ചതല്ല, അതൊക്കെ വലിയ വലിയ ആളുകൾക്ക് പറ്റിയ ജോലിയാണെന്ന് ഞാൻ വിചാരിച്ചു. 1 വർഷത്തോളം ഞാൻ അത് പിന്നെ ചെയ്തില്ല. പിന്നീട് ഷഹർബ മേഡത്തിന്റെ മാറ്റങ്ങളൊക്കെ കണ്ടു. അപ്പൊ അതിലൂടെ പിന്നീട് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് എല്ലാവരും എന്റെ അസോസിയേറ്റ് ഒക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ വരും, വെറുതെ ഒന്നും ആവില്ല. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് വേണ്ട സപ്പോർട്ടുകളെല്ലാം ചെയ്തു തരുന്നത് ഷഹർബ മേഡാണ്. ഒരു വഴിയായിട്ട് ഓരോ കാര്യങ്ങളും ആയതുകൊണ്ട് അവര് ഷഹർബ മേഡം ചെറുതാണെങ്കിലും എന്നെ എന്നൊരു കുട്ടിയെ പോലെ ഈ ഒരു ബിസിനസിന്റെ ഓരോ പാഠങ്ങൾ പഠിപ്പിച്ച് ഇന്ന് വരെ ഈ ഒരു റാങ്കിൽ എത്തിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോ വിഷമഘട്ടങ്ങളിൽ വരുന്ന സമയത്ത് ഷഹർബ മേഡം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഷഹർബ മേഡം STC ആവണേന്റെ മുന്നേ തന്നെ പറഞ്ഞു, ചേച്ചി ഇങ്ങനെയൊക്കെ വരും, അപ്പൊ നമുക്ക് എന്തായാലും ചേച്ചി STC ആവണം, കാണിച്ചു കൊടുക്കണം ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതുപോലെ എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഞാൻ മനസ്സിൽ കരുതുന്ന ലീഡേഴ്സിനോട് പറയണം, പക്ഷെ ഞാൻ ഒരാളോട് എന്റെ വിഷമങ്ങളൊന്നും ആരോടും പറയില്ല. ഓടി നടന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത തന്നെയാണ്. അപ്പൊ മക്കള് ഇന്നിപ്പോ ഫാമിലി വന്നിട്ട് ഒരു മോൾക്ക് വരാൻ പറ്റിയിട്ടില്ല, അവൾക്ക് വെക്കേഷൻ ഏപ്രിലാണ്. ബാക്കി എല്ലാരും വന്നിട്ട് എന്തായാലും ഒരു ഫാമിലിന്റെ സപ്പോർട്ടൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുക്കാൻ പറ്റില്ല. ഇന്നിപ്പോ എല്ലാവരും ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ട് കൊടുക്കണം. ആരാണോ ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുക്കുന്നത് വെച്ചാൽ അത് ആരായാലും വേണ്ടില്ല, നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത്രയും വലിയൊരു ബിസിനസ് അവസരം തന്നെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നല്ല സപ്പോർട്ട് ഫാമിലി ആയിട്ടുള്ള എല്ലാവരും കൊടുക്കണം. അതുപോലെ എനിക്ക് ഓരോ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഞാൻ പ്രോഗ്രാമിന് വരുന്ന സമയത്ത് മനസ്സിലുണ്ടാവും ഈ അവസരം എന്താ വേണ്ട എന്നും ഒരു പിടിയില്ലാണ്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ ആ ഒരു സമയത്താണ് സാറിന്റെ ഒക്കെ ഒരു സ്പീച്ച് ഉണ്ടാവുന്ന സമയത്ത് എന്റെ മനസ്സിലുള്ള ആ ഒരു പ്രതിസന്ധിയെ കുറിച്ചായിരിക്കും അന്നത്തെ ആ ഒരു. അപ്പൊ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ മനസ്സറിഞ്ഞ് ഇന്നിപ്പോ വലിയൊരു മനസ്സിന്റെ ഉടമ എന്ന് പറഞ്ഞ പോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ മനസ്സറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബിസിനസ് ഓരോ ട്രെയിനിങ്ങും മീറ്റിങ്ങും. അപ്പൊ എന്തായാലും സാറിന്റെ അടുത്താണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് വലിയൊരു നന്ദി അറിയിക്കാനുള്ളത്. ഇന്ന് ഒരുപാട് അസോസിയേറ്റ് വന്നു. അത് എന്താന്ന് പറഞ്ഞാൽ രാത്രിയോ പകലൊന്നും ഞാൻ നോക്കാറില്ല. കാരണം അവർക്ക് ഓരോ വർക്ക് ചെയ്തു കൊടുക്കണം, എനിക്ക് സമയം പോരാന്നാ തോന്നുക. അപ്പൊ ഇന്ന് എനിക്കിനി അടുത്ത ലക്ഷ്യം എന്ന് പറയാം അവർക്കാണ് ഇതിന്റെ ഒരു ക്രെഡിറ്റ്, എന്റെ ഒറ്റയ്ക്കുള്ള ഒരു കഴിവേ അല്ല. അപ്പോ ഇനിയുള്ള എനിക്ക് അവർക്ക് വലിയ സപ്പോർട്ട് ചെയ്തു കൊടുക്കണം. ഓരോ ലീഡേഴ്സിനും ഈ ഒരു സ്റ്റേജിൽ ഇതുപോലെ സ്യൂട്ടിട്ടുള്ള ആളുകളാക്കണം എന്നുള്ളത് തന്നെയാണ് എന്റെ ഇനി ഒരു സ്വപ്നം. ബിസിനസ് വരുന്നതിന് മുന്നിൽ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് സാധിക്കാൻ പറ്റാത്തതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ബിസിനസ് അവസരം നമുക്ക് കിട്ടി. ഇനി ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അത്. എന്തായാലും ഒരുപാട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Thank you so much, madam. நீங்க ரொம்ப பவர்ஃபுல்லா அவங்களோட அனுபவத்தான